കൂടെ നിക്കുന്ന വണ്ടി ഒന്നുമില്ല. അല്ല കാളകുത്തനെ മൂലകുത്തനെ കാണുന്നില്ല. ഞാൻ എവിടെ കഴിവേറുന്നുള്ളൂ. കസ്തൂരി തട്ടമിട്ട് മൂടി വളർത്തി നല്ല. നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ആരുമായിട്ട്? അല്ല മറ്റേ ഒരു മിനിറ്റ്, ഞാൻ വിളിക്കാം ഒരു കൺഫർമേഷന് വേണ്ടിയിട്ടാണ്. നോക്കി അവിടെ നിന്നപ്പോൾ കെല്ലി ബ്രൂക്സും ജുഗ്രുവും കൂടെ അമ്പത്തൂരിന്റെ ഒരു ഫോട്ടോ അയച്ചു തന്നു. ഒരു പെണ്ണിന്റെ എവിടെ ആൾക്കാരുണ്ട് ഇരിക്കല്ലേ, ഒരു പെണ്ണിന്റെ കൂടെ നിൽക്കുന്ന ഫോട്ടോ അയച്ചു. അപ്പൊ ഞാൻ അതിലെ പെണ്ണിനെ ഒന്ന് വെരിഫൈ ചെയ്ത, പക്ഷെ കറക്റ്റ് ആയിരുന്നു, എന്റെ സംശയം ശരിയായി. ഇതാരാടാ ഇതൊക്കെ? കിക്കാവും ജോക്കി ഒന്ന് ഞാനിപ്പോ കിക്കാവും. മോനെ ആരാടാ നീയൊക്കെ? ഞാൻ ഓടിക്കാം ജോക്കി. സുൽത്താൻ പ്ലേസ് ആരാ? ഓ അറിയില്ല. അപ്പൊ ഞാൻ ആ കൊച്ചിനെ കൺഫേം ചെയ്ത, അത് ജൂലി ഡക്കോസ്റ്റ. എടാ ഡെവിലേ, ഇതേ കാറിലൂടെ വണ്ടി ഇവിടെ ഉണ്ടല്ലോ. അല്ല ഇവിടെ ഉണ്ട്. എന്താടാ വാസ്കോ പ്രശ്നം? വാസ്കോ എന്താ പ്രശ്നം? എന്താ റേഡിയോയിൽ വാസ്കോ എന്താ റേഡിയോ? ഇപ്പൊ പൊങ്ങിയതാ, മോനെടുത്ത് ചാടി, മോനിന്റെ കൂടെ ഒറ്റക്ക് ചാടി കൂടെ ചാടി. ഒരു പ്രതികാരമാണ്. വണ്ടേ ഇരിക്കുമ്പോ അങ്ങനെ ഇതാവുന്നു. ഇവന്റ് ഒന്നും ഇല്ലല്ലേ? സാധാരണ എല്ലാ ദിവസവും എന്തെങ്കിലും ഇവന്റ് കാണുമായിരുന്നു. ഇന്ന് ഇവന്റ് ഒന്നും ഇല്ലെന്ന് തോന്നുന്നു. ചത്താക്കുന്ന ട്രീസ ആരോ എല്ലാരും ഉണ്ടാവും. പെടലിക്കടിച്ചിട്ട് കണ്ണുമാണ് തട്ടം വിട്ടാ മൊഞ്ചത്ത്. അപ്പൊ നിങ്ങൾ എന്തു കാണിക്കുന്നേ? എങ്ങോട്ടെങ്കിലും പോ. ഇതെന്തു നമ്മളിവിടെ ആരെങ്കിലും പരിചയക്കാരെല്ലാം ഉണ്ടോ? ഇങ്ങനെ സേഫ് സോൺ ആയി കഴിഞ്ഞാൽ ഒരുത്തന്മാരും അത് കാണത്തില്ല. അതാ എല്ലാവർക്കും വെടിവെപ്പും മടിയും പിടിയൊക്കെ മതി. ഹലോ നീയാണോ ജോണി മാമന് എന്റെ ഫോട്ടോ അയച്ചു കൊടുത്തേ? ഞാനും അമ്പത്തൂർ നിൽക്കുന്നത്. നിനക്ക് എന്തിന്റെ കേടാ? നിനക്ക് എന്ത് ഉദ്ദേശത്തെ അയച്ചു കൊടുത്തത്? ചുമ്മായ ആ കഴിവിറക്കി മൂത്തുടക്കുന്നതിന് നീ എന്റെ ഫോട്ടോ എടുത്തിട്ട് നല്ല കാര്യമുണ്ടാ? ജോണി മാമനെ തെറ്റിദ്ധരിച്ചു. ഞാൻ അമ്പത്തൂരിന്റെ ലീലാവിലാസങ്ങൾ കണ്ടോന്നാ പറഞ്ഞത്. വേറെ ആർക്കും അയച്ചു കൊടുക്കില്ലേ പ്ലീസ്? ദൈവത്തെ ഓർത്ത് അവൻ കേറി പിടിച്ചത് ഞാൻ അമ്പത്തൂര് കയറി ജൂലിയെ പിടിച്ചെന്ന്. ഈ സിറ്റിയിൽ എന്താണ് ഈ ഒരു സ്ത്രീകളും വിഷന്മാരും? ഇത് നമ്മളെ പറ്റിയല്ലേ ഇവിടെ പറയുന്നത്? ജോക്കി ഒന്ന് ഫോൺ എടുത്തേ കയ്യില്, ഒന്ന് ഫോൺ എടുത്തേ, കൈ ഫോൺ എടുക്ക, ഫോൺ എടുക്ക, കൈ ഫോൺ എടുക്ക. ഓക്കെ ജോക്കി, ഇനിയും താഴെ ബുദ്ധിയും ബോധമില്ലാത്ത കുറവാണ്. എന്തോ എന്റെ മുടിയോ എന്താ? അത് വണ്ടി ഇരിക്കുമ്പോ നമ്മളെ മുടി ഉദിക്കും. എനിക്കറിയില്ല, എനിക്ക് റാൻഡം എവിടെന്നോ കിട്ടിയതാണ്. ഞാൻ ഇങ്ങനെ പൊക്കോണ്ടിരുന്നു. എനിക്ക് അയച്ചത് MRC ഒരുത്തനാ. മാർസി ഗ്യാങ്ങോ ഗ്യാങ് ഒരാള് പേരുന്നാളൊക്കെ. എന്റെ എയർ ഡ്രോപ്പ് ഓണായതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഫോൺ പിടിച്ചോണ്ട് നാണമില്ലേ സത്യം പറഞ്ഞു കഴിഞ്ഞാ? ഈ ഫോട്ടോ ഇതൊക്കെ എടുപ്പിച്ച്. ഹലോ, നിങ്ങളുടെ കുടുംബത്തിലെ പയ്യനാ, നിങ്ങൾക്ക് ഇങ്ങനെ പറയാൻ പറ്റുമോ? ആ ചെറുക്ക് എന്നെ കയറി പിടിച്ചിട്ട് ഞാൻ എന്ത് ചെയ്യാനാ? അപ്പാപ്പ ഇങ്ങോട്ട് കേറിയ പാപ്പ. അല്ലയോ ജോലി. ഹലോ ഹായ് ബ്രോ. ബ്രോയോ? എന്റെ പെണ്ണുങ്ങളെയാണോ ബ്രോ വിളിച്ചത്? അല്ല അതല്ല നമ്മുടെ കുടുംബത്തെ പറയാൻ ആരാവള്? അത് അമ്പത്തൂർ ആ ഫോട്ടോയിൽ അങ്ങനെയാണ്. ആ ഫോട്ടോയിൽ അങ്ങനെയാണ് ചേർത്ത് പിടിച്ചേക്കുന്നതായിട്ട് തോന്നിക്കൂടെ പാപ്പാ? സങ്കടപ്പെട്ട് നിൽക്കുന്ന പോൽ ചേർത്ത് പിടിച്ചു. ആക്സിഡന്റ്. പുതിയ കുറച്ച് ആൾക്കാരോട് മിണ്ടം.
കാർലോ കാർലോ. കാർലോ എങ്ങോട്ട് വന്നടാ? ഞാൻ അങ്ങോട്ട് എത്തിക്കൊണ്ടിരിക്കുക. ഒരു മിനിറ്റ് അങ്ങനെ എത്തിക്കൊണ്ടിരിക്കുക. എത്തിക്കൊണ്ടിരിക്കുവാണോ? ഞാൻ 10 മാറ് മിനിറ്റ് ആ ജോക്കി വേറൊരു അപ്ഡേറ്റ് ഉണ്ട് കേട്ടോ. ആ ഈ ഓടി വരുന്ന ആള് ഏഷ്യാനെറ്റ് ഇന്ന് സേഫാ. ആണല്ലേ? ഇന്ന് സേഫ് അല്ലേ ഇത് സേഫാ. ഇത് നമ്മുടെ മൂന്ന് പേര് സേഫാണ്. സേഫാ. എന്തോ ചെയ്തിട്ടുണ്ടോ അവന്മാരെ? കാർലോ വണ്ടിയിലൊന്ന് കയറാ ഒരു 2 മിനിറ്റത്തേക്ക്. മക്കളെ ഇപ്പൊ കൊണ്ടുവിടാവേ. കുക്കുടിനെ കണ്ടത് പറയണേ. പറയണേ. കുടുക്കേന്ന് കുക്കുടോടൊപ്പാടാ. കുക്കുട് വന്നിട്ടുണ്ട്. കുക്കുട് നമ്മളെ കണ്ടായിരുന്നു, നമ്മളെ പരിചയപ്പെട്ടൊക്കെ ചെയ്ത്. ആ കാർലോ ഞാനൊരു വണ്ടി നീങ്ങുന്നില്ലേ? വണ്ടി നീങ്ങുന്നില്ല, ഫ്രണ്ടിലോട്ടും പോകുന്നില്ല, ബാക്കിലോട്ടും പോകുന്നില്ല. നീ കയറിയപ്പോ തൊട്ടാണ് പ്രശ്നം. ഹാൻഡ് ബ്രേക്ക് ഇതാണോ? എടാ താങ്ക് യു അഗൈൻ ഫോർ ദ 1 സബ്സ്ക്രിപ്ഷൻ. ഏതായിരുന്നു കാർലോ ഹാൻഡ് ബ്രേക്ക്? ഹാൻഡ് ബ്രേക്ക് മറ്റേ ഇലക്ട്രോണിക് ബ്രേക്കിന്റെ സാധനം ബട്ടൺ അവിടെ കാർലോ ഇതെന്തുവാ ഇത് കൂടെ കൂടെ നിക്കുന്ന വണ്ടി? ഇത് നിങ്ങക്ക് എന്തേലും ഞാൻ പറഞ്ഞു അപ്പൊ വല്ലാത്ത രോഗമല്ലയോ? നിങ്ങൾ പ്രത്യക്ഷപ്പെടുന്നതാണ് താങ്കൾ. ഒന്നുമില്ല, താഴോട്ട് ഇറങ്ങിയിട്ട് വണ്ടി ഒന്ന് നന്നാക്കി തരണം. ഭയങ്കര തമാശയാണ് ഇവിടുത്തെ. എടാ അപ്പാപ്പനാടാ കഴിവറി. ഞാൻ ഇടയ്ക്ക് കഴിവറുന്നുണ്ട്. വയസ്സാങ്കാലത്തെ ഓരോരോരോരോ അയ്യോ അപ്പൊ വീട് കാർലോ നീ നിന്നെ മുങ്ങി ജോക്കി. കാർലോ നീ നിന്നെ ഞാൻ നീ ഒരു മിനിറ്റ്. ഇനി എന്തിനാ ഈ ഒരു മിനിറ്റ് ഫോൺ എടുക്കും, മിണ്ടരുത്. സൈല ചിത്രഗുപ്തൻ നമ്മളിവിടെ വർണ്ണഗുപ്തനുണ്ട്, പുറകെ വേറൊരു ഗുപ്തനും കൂടെ ഉണ്ട്, കാളഗുപ്തൻ. കാളഗുപ്ത പരിചയപ്പെടൂ. ഗുപ്തന്മാര് കൂടുകയാണല്ലോ. അതെ 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 അതെ. ഹലോ. ഹലോ കാളഗുപ്തൻ. ഈ ഗുപ്തിയുടെ പേരെന്താ? ഞാൻ ഗുപ്തല്ല. ഗുപ്തിയല്ലേ? അല്ല. ഗുപ്തി ഗാംഗിൽ കയറാൻ ആഗ്രഹമുണ്ടോ? റിക്രൂട്ട്മെന്റ് ഉണ്ട്. പക്ഷെ നമ്മള് ബുദ്ധിയുള്ളവരെ എടുക്കത്തുള്ളൂ. എടാ കാർലോ, എടാ നിനക്ക് ഇത് പോത്തില്ലടാ വണ്ടി. എടാ കഴിവറി, ഇതൊക്കെ പൊത്തിച്ചായത്. എന്തേലും പറഞ്ഞ നമ്മുടെ ഓപ്പോസിറ്റ് എതിർ സ്ഥാനാർത്ഥികളാണ്. കഴിഞ്ഞു കഴിഞ്ഞാൽ പെണ്ണുമ്പിള്ളെ നമ്മൾ എന്തേലും ഒക്കെ പറയണം. വല്ലാത്ത പ്രശ്നമാണ് നിനക്കൊക്കെ, വല്ലാത്ത പ്രശ്നം. ഈ ശരീരത്തിൽ നിന്നൊന്ന് മാറിയിട്ട് മറ്റേ ശരീരത്തിലൊന്ന് വരുമോ? വെടിവെച്ച് പോലെയായിരുന്നു തന്നെ. അല്ല അതിലല്ല, എടാ ഇത് കൊള്ളാൻ കേട്ടോടാ, ഇത് കൊള്ളാൻ കേട്ടോ. എല്ലാ ദിവസം 7 മണിക്ക് തല നരിച്ച് വരാതെ പറഞ്ഞിട്ട് പറ്റിക്കാൻ നോക്കുന്നു. കാർലോ മുന്നേ കേറാ. ഇത് അപ്പാപ്പനൊന്ന് വിളിച്ചിട്ടേ ഇവന്റെ ഇതൊന്ന് വീണ്ടും മുമ്പിൽ കയറി നിക്കുവാണേ. വീണ്ടും മുമ്പിൽ കയറി താണ്ടെ ഇങ്ങോട്ട് എടുത്തോണ്ട് പോണ. എടാ കഴിവറേ, ഒന്ന് കൺട്രോൾ ആവണ്ട. എടാ ഈ പവർ ഗെയിമിംഗ് കളിക്കുന്നതാ. ഇത് വലിക്കണം ഇത് വലിക്കണം കേട്ടോ. ഇയാള് തന്നെ FRP ഡീൽ ചെയ്യാൻ ചായ വലത്തോട്ടൊരു വലത്തോട്ട്. നീ ഓടിക്കേ. നമ്മള് പറഞ്ഞോണ്ടിരുന്ന സൈലെ വിളിക്കുന്ന കാര്യം. കാർലോ വിളിച്ചിട്ട് ഞാൻ സ്പീക്കറിലിടാം. നമ്മളെ എന്തേലും പറഞ്ഞങ്ങ് തളർത്തണം കാർലോ. സൈല ഇലക്ഷൻ നിൽക്കുന്നുണ്ട്. ഇല്ലില്ല അങ്ങനല്ല, നിക്കുന്നില്ല. നമ്മള് സൈലേനെ എന്നും വിളിച്ചിട്ട് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞു കൊടുക്കും. അതെ ഒതുക്കും. അവള് വളർന്നു വരാൻ പാടില്ല. അപ്പൊ ഞാൻ കോൾ ചെയ്യുവാണേ. ഇതൊക്കെ എവിടെ ഒതുക്കാം യോഗി? അല്ലെങ്കിൽ നമ്മള് ഒതുക്കാം. അതിനെ ഈ സമ്മതിക്കണ്ടേ അവൻ. ഇവിടെ ഒതുക്കാം. കാണത്തില്ല. നമ്പർ ബിസി ആയി കളഞ്ഞ കേട്ടോ. അവളെ വിളിക്കാതിരിക്കാൻ വേണ്ടിട്ട് നമ്പർ ബിസി ആയി. ഇൻഡിക്കേറ്ററിന്റെ ഏതൊരു ബട്ടൺ ബട്ടണൊക്കെ ഉണ്ടോ? കോമയാന്ന് തോന്നുന്നു.
അപ്പേരയോ അല്ല കോമയല്ല മറ്റേ ബ്രാക്കറ്റ് ഇല്ലേ മേളില് പിയുടെ അപ്പുറത്തെ ബ്രാക്കറ്റ് അതാണ് ആ ഓഫ് ആരോ കീസ് അല്ലല്ല ബ്രാക്കറ്റ് എടാ ഇതിന് ഹെഡ്ലൈറ്റ് ഒക്കെ ഉണ്ടായിരുന്നു ഇപ്പോഴും ഞാൻ കാണുന്നത് അത് മാറ്റം പറ്റി അപ്പൊ ഒന്നും കൂടെ വിളിച്ചേ അവിടുത്തെ നമ്പർ മിസ് ചെയ്യാം അവിടെ ആരും നീ അങ്ങ് ഓടിക്കടാ വർണ്ണഗുപ്തനായിരുന്നേ പറഞ്ഞോ. എടാ അപ്പെക്സ് ലെജൻഡ്സ് അപ്ഡേറ്റ് വന്നോടാ. അയ്യോ ഒരു മിനിറ്റ്. ഞാനും മുതുകില് ബിസിയാണോ? അല്ല എന്നാ ഞങ്ങള് ബിസിയാ. എടാ എന്ത് വാടാ ഇത്? എടാ ഇവന് എന്ത് വാടാ ഇവന് പ്രശ്നം? എടാ ബ്രാവോ ഒരു ക്യാമറ മാറ്റടാ. അപ്പൊ അവനുണ്ടല്ലോ അവന് ഇയാളെ തല്ലി കൊല്ലുവെങ്കിലും ചെയ്യാം. സത്യം ജോക്കി ഈ വണ്ടി ഇറങ്ങി ഇവിടെ കാണി ഇരിക്കുക ജോക്കി അതായിരിക്കും കലിക്കലോട്ടിരിക്കുക. അയാൾ എന്ത് ചെയ്യും? മോളെ കൊണ്ടുപോയിട്ടേ കേറ്. എടാ ഇത് ഭയങ്കര ശരിയോ? എടാ കാർലോ നീ കുറച്ചുകൂടെ ഇതാക്കണം കേട്ടോ. കുറച്ചുകൂടെ വേറെ പറയാനോ എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം അപ്പം ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയാം. മുതുക്കിലാന്ന് പറയാം. എന്നാ മുതുകും ചൊറിഞ്ഞ അവിടെ ഇരുന്നു. ഏത് അങ്ങനെ എന്തേലും ഒരു സാധനം വേണം. എനിക്ക് ഇങ്ങനത്തെ ഇതൊന്നും എന്റെ വായിൽ വരില്ല. എന്നാ ഒരു കാര്യം ചെയ്യാം. ഇയാൾ എന്തായാലും പണി കൊടുക്കാതിരിക്കില്ലേ? ആ പുള്ളി ഒന്ന് തറയിൽ ഇറക്കില്ലേ? പുള്ളിയെ കൊണ്ട് എന്തെങ്കിലും പറയിപ്പിച്ചാലും. അവനെ കൊണ്ട് ഇതിനുള്ള കഴിവൊന്നും ഇല്ല. എന്നിട്ട് ഒന്നും പറയാൻ പറ്റിയില്ലെങ്കിൽ പുള്ളിയെ തന്നെ ഒരു മിനിറ്റ് മോളിലുള്ള ആളെ ഇറക്കാനുള്ള ഒരു സാധനം ഉണ്ട്. എന്താ? ആ വന്നു വണ്ടി അയ്യോ ജോക്കി പെട്ടെന്നൊരു പേരിട്ട് പെട്ടെന്നൊരു പേര് അപ്പിഗുപ്ത എന്നാക്കിയാലോ? പക്ഷെ അല്ല വേണ്ട. കാള വേറെ ഉണ്ട്. കാളഗുപ്തൻ വേറെ ഉണ്ട്. ഞാൻ വിളിക്കട്ടെ ഞാൻ വിളിക്കാം. ആ എന്നാ ജോക്കി ബിസി. അത് ആര് ഇവിടെ ഇനി കോച്ചിങ് വല്ലതും പോകുന്നുണ്ട് ഓൺലൈൻ? അപ്പൊ റെഡി ആയിരിക്കും. സ്പീക്കറിലിടും. പാപ്പന്റെ ലീലാവിലാസം കാണാം. അല്ല ഒന്നുമില്ല. ഇപ്പൊ വരും. ഇപ്പൊ ഒരാളെ വിളിക്കും. സ്പീക്കറിലിടും. തളർത്താൻ പറ്റുന്നത്ര തളർത്തിക്കോണം. തളർത്തണോ? ആ തളർത്തണം. സംസാരിച്ചു കഴിഞ്ഞിട്ട് ജോക്കി ഇൻട്രോ കൊടുക്കും. അത് കഴിഞ്ഞിട്ട് തളർത്തണം. ഇങ്ങനെ തളർത്താൻ മനസ്സിലാവും. എന്തും പറയാം. തെറി വിളിച്ച് എന്തും പറയാം. ഫോൺ എടുക്കുന്നില്ലല്ലോ. അത് മനഃപൂർവ്വം ആരെയും വിളിച്ചു സ്പീക്കർ. കേക്കാവോ? നമുക്ക് നമ്മുടെ ഗുപ്ത ഫാമിലിയിലെ ഏറ്റവും തലമൂർത്ത ഒരാളുണ്ട്. അതാരാ? നമ്മുടെയൊക്കെ കുറച്ച് സമയമായിട്ട് അപ്പം ഗുപ്തൻ. അപ്പം ഗുപ്തൻ അല്ല വേണ്ടപിള്ളേ, അപ്പൻ ഗുപ്തൻ. ശ്രദ്ധിച്ച കേക്ക് സൈല. അപ്പൻ ഗുപ്തൻ വിളിക്കണം. താൻ അപ്പാന്ന് വിളിക്കാതോ, അത് അർത്ഥം മാറിയില്ലേ? ശരിയാ. ദൈവമേ. അപ്പൻ ഗുപ്ത. അപ്പൻ ഗുപ്തൻ എന്ത് ചെയ്യുന്നു? ഞാനിപ്പോൾ ഇരിക്കുന്നു. നല്ല കോമഡി. അപ്പൻ ഗുപ്തൻ പറ. സംസാരിക്കാം. കുട്ടിയോട് സംസാരിക്കാം. സൈല. ഇതാരാണ്? സൈല. പറയൂ. അപ്പൻ ഗുപ്തൻ എന്തൊക്കെയാണ് വിശേഷം? പറയുന്നില്ലല്ലോ. മറ്റൊരു ചിത്രഗുപ്തനെ വർണ്ണഗുപ്തനെ പോലെ ആക്റ്റീവ് അല്ല അപ്പൻ ഗുപ്തൻ. ഇത് കുട്ടി അതായത് സാധാരണ ഊക്കാനാണ് അവര് വിളിക്കുന്നത്. ഓക്കെ പറയൂ കുട്ടി.
അല്ല ഈ ഡൂക്ക് ആവശ്യത്തിന് മൂലകുത്തനും കിട്ടാറുണ്ടോ കുട്ടിക്ക്? കാളകുത്തനും നന്നായിട്ട് അല്ല കാളകുത്തനും മൂലകുത്തനും കാണുന്നില്ല. മൂലഗുപ്തൻ ബ്രേക്കിലാണ്, കാളഗുപ്തൻ ഇവിടെ ഉണ്ട്. കാളഗുപ്തനുണ്ട്. കാളഗുപ്ത ഒന്ന് ഹായ് പറഞ്ഞ ഗുപ്ത. കാളഗുപ്തൻ ഞാനല്ലേ? ഹായ് ഹായ്. ഞാനിവിടെ അപ്പൻ ഗുപ്തൻ സംസാരിക്കുമ്പോ തലയിരിക്കുമ്പോ ആലാടണ്ടല്ലോ. ആ അത് ശരിയാ ശരി ആ സീല എവിടാ സീല? എന്തുണ്ട് വിശേഷം? സുഖം സുഖം. സുഖം സുഖം. സൂക്ഷിച്ച് കണ്ടുവേണ്ടി സംസാരിക്കും. ചക്കാന്ന് പറഞ്ഞാ മാങ്ങാന്ന് കേൾക്കുന്ന സൈല. ആ സീല എവിടെ ഉണ്ടെന്ന് സീല എവിടെ ചോദിച്ചാ നിൽക്കുന്ന എഴുതാൻ സീല? സുഖമെന്നോ? ഞാൻ തറയും. തറയിലോ? തറ പിന്നെ തറയിലല്ലേ നിക്കത്തുള്ളൂ. കട്ട് ചെയ്തോ. എന്റെ പൊന്നെ അപ്പാപ്പായി എടാ 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 ഇങ്ങനെ സംസാരിക്കണം, മനസ്സിലായോ? അത് എനിക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നത് നോക്കി. നീ പണിയുണ്ട്. എടാ എന്തുവാടാ ഒരെണ്ണം പറഞ്ഞിട്ട് പോടാ. എടാ ഒരെണ്ണം പറഞ്ഞിട്ട് പോടാ. പറയാനാ ഞാൻ ഓൺ സ്പോട്ട് ഒരെണ്ണം ഇങ്ങനെ ഉണ്ടാക്കി പറയടാ ഓരോന്നേ. ഞാൻ ടച്ചിലായപ്പോ നമുക്ക് എല്ലാം set ആക്കാം. നിങ്ങൾ എന്തേലും ഒരു ചോദ്യം ചോദിക്കണം. അപ്പാപ്പ ഇങ്ങനെ ഇൻട്രോട്ട് ആവില്ല അപ്പാപ്പ. ചോദ്യം ചോദിച്ചിട്ട് അവിടെ നാണോ വന്ന് വന്ന്. അത് ആ, ആക്കി അങ്ങ് എന്തേലും പറയണം. എന്തേലും മനസ്സിലായോ? ഇല്ല. എന്തേലും ഒന്ന് ഒരു ആക്കി ട്രയൽ അറിയാലോ. പറഞ്ഞു ചോദി. ട്രയലല്ലേ നേരത്തെ ഞാൻ പറഞ്ഞേ. തറയിൽ നിൽക്കുന്നു. അല്ല എന്നോട് പറഞ്ഞു. ഇപ്പം എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഉണ്ട് മുതുക്കിൽ, എന്നാ മുതുക്കും ചൊറിഞ്ഞ അവിടെ ഇരുന്നു. ഇതൊക്കെയാണ് ഇതിന്റെ നാക്ക്. പറയാ എക്സാമ്പിൾ. സൈല ജോലി ഒന്നുമില്ലേ? ശരി, അങ്ങനെ ശരി, എന്തേലുമൊക്കെ ഞാൻ വരാം. ചോദിക്കും. കുറച്ച് പണിയുണ്ട് വരാം. എടേ മറ്റേ നീ പോയിട്ടോ. ഞാൻ അതാ മറ്റേത് പോട്ടെ. പിന്നെ വരുമ്പോൾ നമുക്ക് സെറ്റ് ആക്കാം. ഓക്കെ. അപ്പാപ്പാ മറ്റേവനുണ്ട് അയ്യോ കേട്ടോ. എന്നെ കൊണ്ടുപോണത്. മറ്റേ ആര്? വാറ്റിന്റെ പേരെന്തോരുന്നു അപ്പാപ്പാ? മൂലഗുപ്തൻ. ഒരു മിനിറ്റ്. പക്ഷെ മൂലഗുപ്തൻ ഇപ്പൊ നമ്മുടെ കൂടെ വരുന്നില്ല കേട്ടോ. നമുക്കെതിരെ പ്രവർത്തിക്കുന്ന വിളിക്കാം. ഇല്ല വിളിച്ചു വരുത്താം. വിളിക്കാം. നമ്മുടെ ഗുപ്തൻ ഫാമിലിയില് കാളഗുപ്തൻ, മൂലഗുപ്തൻ, അപ്പൻ ഗുപ്തൻ. ഹലോ എടാ വാറ്റി ആളെ എവിടെ നിൽക്കുന്നില്ലയാ? ആ ഞാൻ മുതുക്കില് ആളെയാ മുറുക്ക് നിൽക്കുന്ന മുറുക്ക് രണ്ട് ചൊറിയും നിക്കളിയാ. സ്പീക്കർ അല്ലായിരുന്നു നോക്കി, നമ്മുടെ ചിരി കേൾക്കത്തില്ല. അയ്യോ ഞാൻ സ്ഥിതിക്ക് തന്നെ മുന്നേ ചിരിച്ചു കേട്ടോ. സ്പീക്കർ വേണം കേട്ടോ. ഇപ്പൊ നോക്കി അത് ഈഗോ അടിക്കും. ഈഗോ ഈഗോ അടിച്ച് അപ്പൊ മുറുക്കൊന്ന് മാർക്ക് ചെയ്തേ അപ്പാ. അടുത്ത ഗോളിന് വരുന്നതിന് മുന്നേ അങ്ങോട്ട് എത്തണം കേട്ടോ. കാരണം അത് അങ്ങനെയാണ് കേട്ടോ. അത് മൂലഗുപ്തൻ. പക്ഷെ പ്രശ്നം എന്ന് പറഞ്ഞ ഇടയ്ക്കിടയ്ക്ക് നമ്മളെ തന്നെ വിളിക്കും. എന്നിട്ട് എഫേറ്റ് അടിച്ച് പോകും. പറയാനൊന്നുമില്ല. ചൊറിഞ്ഞ് ചൊറിഞ്ഞുണ്ടെങ്കിലേ അപ്പുറത്തേക്ക് ആളെ കൂടെ നീ കയറി ചൊറി. വിളിക്കാം. അല്ലല്ല ഇങ്ങനെ ഒരു ദിവസം പുള്ളി ഇങ്ങനെ സംസാരിച്ച് അവസാനം എഫേറ്റ് അടിച്ചു പോയി. സംസാരിക്കാതെ തളർന്നു. തളർന്നു. നമ്മളവിടെ എഫേറ്റ് എത്തിയപ്പോ അടിച്ചു എഫേറ്റ് അടിച്ചു ഓടി. നീ കേക്കാൻ വയ്യ. ആണോടാ? ആഹാ. എടാ നീ കുറച്ചും കൂടെ ഇതൊന്ന് ആവണം കേട്ടോ. നീ ഇങ്ങനെ വെടി വെച്ചോണ്ട് മാത്രം തന്നാ പറ്റത്തില്ല. എനിക്കത് ഇത് വരുന്നില്ല, ഇങ്ങനെ സ്പോട്ടിൽ ഇതേപോലത്തെ വരുന്നില്ല. അതല്ല പ്രശ്നം. അത് നമുക്ക് കുക്കുടോ എന്തോ സ്പോട്ടിലാണോ സംസാരിച്ചെന്നറിയാവോ? എന്താ പറഞ്ഞേ? കുക്കുടൊക്കെ എന്തുവായിരുന്നു? കുക്കുടൊക്കെ സുഹ എടുത്തിട്ട് സുഹയായിട്ട് കുക്കുട് നമ്മളൊരു ടാസ്ക് കൊടുത്തപ്പോ സുഹ എന്ത് പെട്ടെന്ന് കുക്കുട് എന്ത് പെട്ടെന്ന് ശരിയെന്നറിയാവോ? എന്നാ ജോക്കി കുക്കുടിനെ വിളിച്ചത് ഇതേപോലെ തിരിച്ചു പറയാ നോക്കാലോ. ഒരു മിനിറ്റ് കേക്ക് വിളിക്കുന്നു. ഇയാള് സിറ്റിയിൽ ഇയാൾ എന്തുവാടെ രാത്രി വിളിച്ചിട്ട് ഇങ്ങനെ പുറപ്പിന്റെ അടിക്കാൻ സംസാരിക്കുന്നേ? ഉറക്കത്തിലാണോ കേക്ക്? ഉറക്കത്തിലാണോടോ? അല്ല ഞാൻ കാര്യം ചോദിക്കട്ടെ, താൻ എന്തുവാടോ ജൂലി തന്റെ ജൂലി എന്തുവാടോ താനിന്ന് വരത്തില്ല എന്നൊക്കെ പറഞ്ഞ്? തനിക്കൊരു കാര്യം ഞാൻ ചോദിക്കട്ടെ, താൻ സിറ്റി വന്നു കഴിഞ്ഞാൽ ആദ്യം വിളിച്ചോണ്ടിരുന്നത് നമ്മളെയാണ്. തനിക്കിപ്പോ നമ്മളെ വേണ്ടി? 3 ദിവസമായാലും കോള് വന്നിട്ട് ഫോൺ എടുത്തോക്ക്. അയ്യോ ജോണിച്ചാ ഞാൻ വിളിച്ചത് കേട്ടോ. എടോ ഞാൻ കാര്യം ചോദിക്കട്ടെ, താനും ജൂലിയും തമ്മിലുള്ള ബന്ധം എന്താണ്? ജൂലിയും തമ്മിലുള്ള അരമണിക്കൂർ അപ്ഡേറ്റ് അറിയിക്കുക. ജൂലി ആര്? ഇല്ല ഞാൻ ഫോൺ എടുത്ത് നോക്കുമ്പോ ഫസ്റ്റ് എടുക്കുന്ന മിസ് കോള് ജൂലിയിലായിരിക്കും. അപ്പൊ ഫസ്റ്റ് മിസ് കോള് വിളിക്കും. എടോ ഫസ്റ്റ് കണ്ട മിസ് കോള് വിളിക്കാനാണോടോ നമ്മളിരിക്കുന്നേ? നമ്മൾക്ക് ഫസ്റ്റ് കണ്ട മിസ് കോള് മാറ്റിയിട്ട് നമ്മൾ തന്നെയാണല്ലോ വിളിക്കുന്നേ. തോട്ടുംകരയിലെ കൊക്കിനെ പോലെ അന്നൊരു കരാർ ഉറപ്പിച്ച ഓർമ്മയുണ്ടോ? സ്വഭാവം കാണിക്കല്ലേ, ഇവിടുന്ന് അക്കരെ പച്ച പറയല്ലേ. ഞാൻ ഇന്നും വിളിക്കുന്നുണ്ട്. ഇപ്പൊ കൂടി വിളിച്ചായിരുന്നു. ഇല്ല ഞാൻ ഇന്നും കൂടി വിളിച്ചപ്പോ ഫോൺ കുക്കുടോ ജോണിച്ചന്റെ ജോക്കിച്ചന്റെ ഫോൺ ബിസി. ഒന്നുകൂടി വിളിച്ച കുറച്ചു വിളിച്ചപ്പോ നോക്കിയൊക്കെ ഫോൺ എടുത്തോക്ക്.
മിസ് കോളിനൊന്നും ആ മോനെ കാർലോ ജോണിച്ച ഞാൻ ഇന്നലെ വിളിക്കണം, വിളിച്ചപ്പോൾ വിളിക്കണം, ഭയങ്കര വിളിക്കണം. കരച്ചിൽ തുടങ്ങി. മറ്റേ പോയി മൂലകുത്തനെ ഓക്കേ, കേട്ടിട്ടേ ഓക്കേ, കുറച്ച് പരിപാടിയുണ്ട്. ആ ശരി മോനെ ശരിടാ ശരി ഓക്കെ. മുലകത്തോടെ നിപ്പുണ്ട്. ആ മൂലകുത്തൻ അവിടെ നിൽപ്പുണ്ട്. മൂലകുത്തനെ തന്നെയും കൂടെ കേറ്റാം. ഒന്ന് വെച്ച് അവനോട് ഒറ്റയ്ക്കാവോ പാപ്പ കാർലോ? ഇല്ലല്ലോ പിള്ളേരും എടുത്തില്ലേ? അല്ല കുക്കുടുണ്ട് ക്ഷമിക്കുന്നുണ്ടല്ലേ കാർലോ? കുക്കുടും ഇല്ലേ കൂടെ? ഹലോ മിസ്റ്റർ മുലകുപ്തൻ. ലെഫ്റ്റ് സൈഡ് ഇതുകൊണ്ട് കഴുത്തെ മുലകുപ്തൻ. തോർത്തിട്ട് ഓടുന്നു. പുള്ളിക്ക് പേരില്ല കേട്ടോ, സ്വന്തം പേരില്ല. അയാളെ പിടിച്ചു നിർത്തൂ കേക്ക്. വൈരിന് അയാൾ ഓടുന്നു. ചീത്ത പോയടാ കാലം. നിൽക്കണ്ടേ വിളിച്ചിട്ട് കേക്കേ സ്വന്തം ഓടുന്നുണ്ടോ? പേരായിരുന്നു. മിസ്റ്റർ വാറ്റേ എന്താണ് മുലകുപ്തൻ പരിപാടി? ഒന്ന് അവിടെ നിക്കാൻ പറയണേ. പോയല്ലോ ആരെവിടെയെന്ന്? മാമാരോടെ മാവന്മാരോ? മാമ ഓ വാറ്റ്? ആരെയാണ് മാമ അവിടെ ഉദ്ദേശിച്ചത്? ജോക്കിയാണോ? മുലേശ്വർ അവിടെ നിൽക്കുന്നതാ എത്തി. കാല് വയ്യാഞ്ഞിട്ടാടാ. വേദന എടുത്തിട്ട് മനുഷ്യന് പണ്ട തുടങ്ങാൻ വയ്യ.